വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പി സുനീർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം തുടങ്ങി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട പ്രചാരണം. താമരശ്ശേരി ബിഷപ്പുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മാനന്തവാടി രൂപതയിലും സുനീർ സന്ദർശനം നടത്തി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കും മുമ്പേ വയനാട്ടിൽ പ്രചാരണത്തിനിറങ്ങിയ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പി സുനീർ കൽപ്പറ്റയിലും മാനന്തവാടിയിലും പ്രചാരണവുമായി മുമ്പോട്ട് പോവുകയാണ്. മാനന്തവാടി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെത്തി അധ്യാപകരോടും വിദ്യാർത്ഥികളോടും വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിലും മതപഠന കേന്ദ്രങ്ങളിലുമെത്തി. രണ്ടാംവട്ട പര്യടനം എന്നുള്ള രീതിയിൽ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും വ്യക്തികളെയും കാണുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള പൊതുസ്ഥലങ്ങളിലും പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് പരിശ്രമിക്കുന്നത്. തിരുനെല്ലി തവിഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസുകളിലെ ജീവനക്കാരെയും ജനപ്രതിനിധികളെയും നേരിൽ കണ്ടും വോട്ട് ചോദിച്ചു. കൂടുതലായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് പരമാവധി കാണാൻ ശ്രമിച്ചത്. വിദ്യാർത്ഥികളെ, പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെയാണ് പരമാവധി കാണാൻ ശ്രമിച്ചത്. വലിയൊരളവിൽ പരീക്ഷാ സമയമായതിന്റെ ഒരു പ്രയാസമുണ്ട്. നേരത്തെ താമരശ്ശേരി ബിഷപ്പിനെ കണ്ട് വോട്ട് തേടിയ സുനീർ മാനന്തവാടി രൂപതാ ബിഷപ്പ് മാർ ജോസ് പെരുന്നേടത്തെയും സന്ദർശിച്ചു. അസിസി ഭവൻ, ജുമാ മസ്ജിദ്, വിൻസെന്റ് ഗിരി കോൺവെന്റ് എന്നിവിടങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തി. MGM സ്കൂൾ, വയനാട് സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്നിവിടങ്ങളിലുമെത്തി. ഇന്ന് സുൽത്താൻ ബത്തേരിയിലാണ് സുനീറിന്റെ പര്യടനം. UDF സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും മുമ്പേ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കാനാണ് LDF ശ്രമം. മീഡിയ 1 വയനാട്.